ഹലോ, വെൽക്കം ടു അമ്മൂസ് ബേക്സ്. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ടയർ കേക്കിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ആൻഡ് ഈസി എഗ്ലെസ് ചോക്ലേറ്റ് സ്പോഞ്ചിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇതേ റെസിപ്പി വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 6 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് എടുക്കണം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് യൂസ് ചെയ്യുന്നത്. ഇനി 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ഡ്രൈ ആയ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അതും തൈരും കൂടി നല്ലപോലെ ക്രീമി ആകുന്ന വരെ മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്കിൻ്റെ ആവശ്യം മാത്രമേ ഈ റെസിപ്പിക്കുള്ളൂ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് എല്ലാം ഒന്ന് കമ്പൈൻ ആകുന്ന വരെ മിക്സ് ചെയ്യണം. അടുത്തത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും ചേർത്ത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ. 170 ഡിഗ്രിയിൽ 10 മിനിറ്റത്തേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ഇട്ടിട്ട് ഒരേ ഒരു വട്ടം ഒന്ന് അരിച്ചെടുക്കണം. ഇതിന് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ആഡ് ചെയ്യാം. ഒറ്റ തവണയായിട്ട് അങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് ഒരേ ഡയറക്ഷൻ മിക്സ് ചെയ്യണം. ഓവർ മിക്സ് ആവാതെ ശ്രദ്ധിക്കണേ. അതായത് കട്ടകളെല്ലാം മാറുന്നവരെ മിക്സ് ചെയ്താൽ മതി. ഇനി ഇതൊരു 5 ഇഞ്ചിന്റെ ബേക്കിംഗ് ട്രേയിൽ ഒഴിക്കാം. സൈഡിലും താഴെയും ബട്ടർ പേപ്പർ വെക്കാൻ മറക്കല്ലേ. ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം 170 ഡിഗ്രിയിൽ 40 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം, ഓവന്റെ ടെമ്പറേച്ചർ കൂട്ടി വെക്കരുത്. 40 മിനിറ്റിന് ശേഷം കേക്ക് ആയിട്ടുണ്ട്. ഒരു ടൂത്ത് കൊണ്ട് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇനി ചൂടാറിയ ശേഷം ട്രേയിൽ നിന്ന് മാറ്റാം. 3 ലെയർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഹൈറ്റ് കിട്ടുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.